ഗുഡ് മോർണിംഗ്. നമുക്ക് എന്തൊരു പായസം ഉണ്ടാക്കിയാലോ? സാധാരണ നമ്മൾ ഓണത്തിന് എപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള പായസങ്ങളൊക്കെ അല്ലേ ഉണ്ടാക്കാറുള്ളത്. കൂടി വന്നാൽ ഒരു സേമിയ പായസമാണ് നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കാറുള്ളത്. ഇന്ന് നമ്മൾ പക്ഷേ സേമിയ പായസമല്ല, നമ്മൾ ഇന്ന് ക്യാരറ്റ് ചൗവരി പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ക്യാരറ്റ് ചൗവരി പായസം എന്ന് പറയുമ്പോൾ കുറേ ബുദ്ധിമുട്ടുള്ള റെസിപ്പിയൊന്നും അല്ല കേട്ടോ, കുറച്ച് ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ക്യാരറ്റ് ചൗവരി പായസം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പായസങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 200 ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് ചവ്വരി സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ, 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് കാഷ്യൂനട്ട്, കുറച്ച് ആൽമണ്ട്സ്, കുറച്ച് റേസിൻസ്, ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ 1/4 കപ്പും 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അത് ഗ്രാമിൽ എത്രയാണെന്ന് പറഞ്ഞുതരാം. പിന്നെ 1/2 ലിറ്റർ പാല്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് കാഷ്യൂനട്ടും ആൽമണ്ട്സും റേസിൻസും ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആൽമണ്ട്സും കാഷ്യൂനട്ട്സും ചേർക്കാം. ഒരുപാട് കളർ മാറി പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആൽമണ്ട്സും കാഷ്യൂനട്ട്സും റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് പാലും കൂടി തിളപ്പിച്ച് വെക്കാം കേട്ടോ. തിളപ്പിച്ച പാല് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ പായസം ഒരിക്കലും പിരിഞ്ഞു പോവില്ല. ഈ ആൽമണ്ട്സും കാഷ്യൂനട്ട്സും ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന റേസിൻസും കൂടി ആഡ് ചെയ്യാം. ഇനി നമ്മൾ വേറെ നെയ്യ് എടുക്കില്ല, ഇതേ നെയ്യിൽ തന്നെയാണ് ബാക്കി എല്ലാ കുക്കിങ്ങും ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തിരി നെയ്യ് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. ഇതൊന്ന് റെഡിയായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ റേസിൻസൊക്കെ കുക്കായി, അതുപോലെ തന്നെ നമ്മുടെ കാഷ്യൂനട്ട്സും കുക്കായിട്ടുണ്ട്, ആൽമണ്ട്സും കുക്കായിട്ടുണ്ട്. കാഷ്യൂനട്ട്സിൻ്റെ കളർ മാറുന്നത് വരെ ഞാൻ കുക്ക് ചെയ്യാറില്ല. ഇതിപ്പോൾ ചെറിയ ബർണറിൽ വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതേ നെയ്യിൽ തന്നെ ഇനി നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്തിട്ട് ക്യാരറ്റ് ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഓവറായിട്ട് കുക്കായി പോകേണ്ട ക്യാരറ്റ്, പക്ഷേ കുറച്ചൊന്ന് കുക്കായി കിട്ടുകയും വേണം. നമ്മൾ ഗ്രേറ്ററിൻ്റെ വലിയ ഹോളിലൂടെ ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴാണ് ക്യാരറ്റ് പായസത്തിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. പിന്നെ ഒരു 4 മിനിറ്റ് നമുക്ക് ക്യാരറ്റ് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഒരുവിധം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറി, പക്ഷേ ക്യാരറ്റ് കുഴഞ്ഞു പോയിട്ടില്ല. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. എല്ലാ കുക്കിങ്ങും നമ്മൾ ഈ ക്യാരറ്റ് കുക്ക് ചെയ്യുന്നത് വരെ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് കുറച്ച് വലിയ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഞാനിനി കുക്ക് ചെയ്യുന്നതെല്ലാം ചെറിയ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ കുറച്ച് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാല് പിരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മളൊരു 1/4 കപ്പോളം തിളച്ച വെള്ളം ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് തിളപ്പിച്ച് വെച്ച പാല് ചേർത്ത് കൊടുക്കാം. ഇനി പാലൊന്ന് ചൂടായി തുടങ്ങുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് ആവി വന്നു തുടങ്ങുമ്പോൾ നമ്മൾ എടുത്ത് സോക്ക് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ചവ്വരി ചേർത്ത് കൊടുക്കാം. ഇനി ചവ്വരി ഒന്ന് ഒരു 6 മിനിറ്റോളം ഈ പാലിൽ കിടന്ന് കുക്കായി വരണം. ചവ്വരി കുക്കായി തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ചവ്വരി വേഗം തന്നെ കുക്കായി വരും കേട്ടോ. 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ കുക്കായി കിട്ടും. 1/2 മണിക്കൂറാണ് സോക്ക് ചെയ്ത് വെക്കുന്നതെങ്കിൽ നിങ്ങൾ കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ വെള്ളം ചേർക്കുന്നതിൻ്റെ അളവ് കൂട്ടേണ്ടി വരും. അപ്പോൾ അതനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും, വെള്ളം ചേർക്കുന്നതിൻ്റെ അളവിലും വ്യത്യാസം വരും. അപ്പോൾ 1 മണിക്കൂർ തന്നെ സോക്ക് ചെയ്തിട്ട് ഈ ഒരു പായസം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ചവ്വരി ഒന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ചവ്വരി ഇതാ നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഒരു 90 ഗ്രാം പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 90 ഗ്രാം മുതൽ 100 ഗ്രാം വരെ ചേർക്കാം കേട്ടോ. നമ്മൾ മെഷർമെൻറ്റ് കപ്പ് അളവിൽ പറയുകയാണെങ്കിൽ 1/4 കപ്പും 2 ടേബിൾ സ്പൂണും, അതായത് 90 ഗ്രാം. അല്ലെങ്കിൽ ഗ്രാം അളവിലാണെങ്കിൽ 100 ഗ്രാമോ 90 ഗ്രാമോ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി പഞ്ചസാര ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരട്ടെ. ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഏലക്കയും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. ജീരകം വേണ്ട കേട്ടോ, ഏലക്ക മാത്രം പൊടിച്ചതാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ക്യാരറ്റും കൂടി ചേർന്ന് ഇതിലൊന്ന് കുക്കായി വരണം. അപ്പോൾ വളരെ എളുപ്പമാണ് ഈ ഒരു പായസം തയ്യാറാക്കാൻ. അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണെങ്കിലും നിങ്ങൾക്ക് എളുപ്പത്തിലൊരു പായസം തയ്യാറാക്കണം, അല്ലെങ്കിൽ ഉത്രാടത്തിൻ്റെ അന്നാണെങ്കിലും പെട്ടെന്നൊരു പായസം തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ക്യാരറ്റൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ്. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഇനി നമ്മുടെ ക്യാരറ്റും കൂടി ചേർന്നൊന്ന് കുക്കായി വരട്ടെ. ക്യാരറ്റ് ഓവർ കുക്കായി പോവാതിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു പായസത്തിൽ. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് കുക്കാവട്ടെ. ഇപ്പോൾ ഇതാ നന്നായിട്ട് നമ്മുടെ പായസം തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ചൂട് മാറുമ്പോൾ വീണ്ടും കുറുകും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചവ്വരിയല്ലേ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കുറുകി പോകുന്ന രീതിയിൽ എടുക്കണ്ട. ഇത്രയും കുറുകി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കാഷ്നട്ട്സും റൈസിൻസും ആൽമണ്ട്സും ഒക്കെ ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ചവ്വരി പായസം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.